ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ജലസംരക്ഷണത്തിനും ജലസ്രോതസ്സുകളുടെ സുരക്ഷയ്ക്കും സാമൂഹികമായ പ്രയത്നമുണ്ടാകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ തടയണകളുടെ നിർമ്മാണം അനിവാര്യമാണെന്ന് ജലവിഭവ മന്ത്രി. എല്ലാ ജില്ലകളിലും അത്യാഹിത സേവനത്തിനുള്ള 108 ആംബുലൻസുകളിൽ വനിതാ പൈലറ്റുമാരെ നിയമിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. കേരളത്തിൽ ഇന്ന് 400 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 593 പേർക്ക് രോഗമുക്തി. ദക്ഷിണാഫ്രിക്കയോട് 3 വിക്കറ്റിന് പരാജയപ്പെട്ട ഇന്ത്യ വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ നിന്ന് പുറത്തായി. വാർത്തകൾ വിശദമായി. ജലസംരക്ഷണത്തിനും ജലസ്രോതസ്സുകളുടെ സുരക്ഷയ്ക്കും വ്യക്തിപരമായും കൂട്ടായും പ്രയത്നിക്കണമെന്ന് പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ തുള്ളി ജലവും സംരക്ഷിക്കാനായി എന്തൊക്കെ ചെയ്യാനാവുമോ അതൊക്കെ ചെയ്യണം. ചെക്ക് ഡാം നിർമ്മാണത്തിലും മഴവെള്ള സംഭരണത്തിലും ജലത്തിന്റെ പുനഃചംക്രമണത്തിലും ശ്രദ്ധ ചെലുത്തണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. चेक डैम बनाने हो, रेन वाटर हार्वेस्टिंग हो, इसमें इंडिविजुअल प्रयास भी अहम है और कलेक्टिव एफर्ट्स भी जरूरी है. जैसे आजादी के अमृत महोत्सव में हमारे देश के हर जिले में कम से कम 75 अमृत सरोवर बनाए जा सकते हैं. कुछ पुराने सरोवरों को सुधारा जा सकता है, कुछ नए सरोवर बनाए जा सकते हैं. मुझे विश्वास है आप इस दिशा में कुछ न कुछ प्रयास जरूर करेंगे. പക്ഷിമൃഗാദികൾക്ക് വേനൽക്കാലത്ത് വെള്ളം നൽകുന്നതിനായി മൺപാത്രങ്ങൾ നൽകുന്ന മലയാളിയായ മുപ്പത്തടം നാരായണനെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അനുമോദിച്ചു. ഈ ദൌത്യത്തിലെ 1 ലക്ഷം തികയ്ക്കുന്ന പാത്രം സബർമതി ആശ്രമത്തിനാണ് അദ്ദേഹം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പരാമർശം ഏറെ പ്രചോദനവും സന്തോഷവും നൽകുന്നതാണെന്ന് മുപ്പത്തടം നാരായണൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. രാജ്യം 30 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി ലക്ഷ്യം കൈവരിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണിയിൽ ആവശ്യം ഏറിവരികയാണെന്നും രാജ്യത്തിന്റെ വിതരണ ശൃംഖല വർദ്ധിക്കുകയാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. യോഗ, ആയുർവേദം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയുടെ ആരോഗ്യ ചിന്തകൾക്ക് ലോകത്ത് പ്രചാരം കൂടി വരികയാണ്. രാജ്യത്തെ ആയുഷ് ഔഷധ നിർമ്മാണ വ്യവസായം 1,40,000 കോടി രൂപയ്ക്ക് അടുത്തെത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ തടയണകൾ നിർമ്മിക്കേണ്ടത് അനിവാര്യമാണെന്നും ജലസ്രോതസ്സുകളെ നിലനിർത്താനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ. കബനി റിവർ ബേസിൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാനന്തവാടി പാലാക്കുളിയിൽ നിർമ്മിച്ച ചെക്ക് ഡാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലാക്കുളി, കുഴിനിലം ഭാഗങ്ങളിലെ കൃഷിയിടങ്ങളിലും ജലസ്രോതസ്സുകളിലും ജലക്ഷാമം അനുഭവപ്പെടുന്നതിനുള്ള പരിഹാരമായിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. എല്ലാ ജില്ലകളിലും ആരോഗ്യവകുപ്പിന്റെ അത്യാഹിത സേവനത്തിനുള്ള ആംബുലൻസുകളിൽ വനിതാ പൈലറ്റുമാരെ നിയമിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി വീണ ജോർജ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് സംസ്ഥാനത്ത് ആദ്യമായി 108 ആംബുലൻസിൽ വനിതാ പൈലറ്റിനെ നിയമിച്ചത്. സൌജന്യ അത്യാഹിത ആംബുലൻസ് സേവനമായ കനിവ് 108 ആംബുലൻസുകൾ സംസ്ഥാനത്ത് ഇതുവരെ 5,2517 ട്രിപ്പുകൾ മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് 400 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 593 പേർ രോഗമുക്തി നേടി. 14,913 സാമ്പിളുകൾ പരിശോധിച്ചു. ഇന്ന് കോവിഡ് മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 25 മരണങ്ങൾ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ സംസ്ഥാനത്ത് ആകെ കോവിഡ് മരണം 67,797 ആയി. സംസ്ഥാനത്ത് 4 ദിവസം തുടർന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. ബസ് ഉടമകളുമായി ചർച്ച നടത്തിയെന്നും ബസ് ചാർജ് വർധനവ് നേരത്തെ അംഗീകരിച്ചിരുന്നതാണെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു ആലപ്പുഴയിൽ പറഞ്ഞു. എന്നാൽ ഇത് സംബന്ധിച്ച് ആർക്കും ഉറപ്പ് നൽകിയിട്ടില്ല. ഈ മാസം 30-ന് LDF ഈ വിഷയം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. നെഹ്റു യുവകേന്ദ്ര സംഘടിപ്പിച്ച 13ാമത് ഗോത്രവർഗ യുവജന വിനിമയ പരിപാടിയുടെ സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഗോത്രവർഗ യുവജനങ്ങൾക്ക് രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, ഭാഷ, ജനങ്ങളുടെ ജീവിത രീതികൾ, നാനാത്വത്തിൽ ഏകത്വം തുടങ്ങിയവ നേരിൽ കണ്ടറിയാനുള്ള അവസരം പരിപാടി നൽകിയെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായും മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ 047125520556, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ നിന്ന് ഇന്ത്യ പുറത്തായി. ക്രൈസ്റ്റ് ചർച്ചിൽ നടന്ന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ട ഇന്ത്യയ്ക്ക് സെമി ബർത്ത് നഷ്ടമായി. ഇന്ത്യ ഉയർത്തിയ 275 റൺസ് വിജയലക്ഷ്യം മറികടന്ന ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 3 വിക്കറ്റിന് പരാജയപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 178 റൺസ് വിജയലക്ഷ്യം. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 94 റൺസ് എടുത്തിട്ടുണ്ട്. മുംബൈ ബ്രാബോൺ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. മുംബൈ DY പട്ടേൽ സ്പോർട്സ് അക്കാദമിയിൽ രാത്രി 7:30 നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ശ്രോതാക്കൾക്കായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിലെ ഈ ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? ശരിയായ ഉത്തരം തോമസ് ഹാർവി ബാബർ. ശരിയുത്തരം ആദ്യം അയച്ച വിജയ് പാലക്കാട് ജില്ലയിലെ കുമ്പിടിയിൽ നിന്ന് ശ്രീ രഘുനാഥാണ്. അഭിനന്ദനങ്ങൾ. ശ്രീ രഘുനാഥ് ആകാശവാണി വാർത്തകളോട്. ഞങ്ങൾ വീട്ടിൽ പ്രാദേശിക വാർത്തകൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. അതിലൂടെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയുന്നു. പ്രാദേശിക വാർത്താ വിഭാഗം നടത്തിയ ആസാദി കാ അമൃത് മഹോത്സവ് എന്ന പരിപാടിയിൽ എന്നെ വിജയിയായി പ്രഖ്യാപിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു. ഈ പരിപാടിയിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾ ലഭിക്കുന്നു. ചോദ്യോത്തര പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കളോടും നന്ദി അറിയിക്കുന്നു. അടുത്ത ചോദ്യം വരുന്ന ശനിയാഴ്ച വൈകുന്നേരം 6:30 പ്രാദേശിക വാർത്തയിൽ നൽകുന്നതാണ്. ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. BMS ഒഴികെ 20ഓളം തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിന് ആഹ്വാനം നൽകിയിട്ടുള്ളത്. അവശ്യ സർവീസുകളെ പണിമുടക്ക് ബാധിക്കില്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ അറിയിച്ചു. ദേശീയ പണിമുടക്ക് ആഹ്വാനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് അവശ്യ സർവീസുകൾക്ക് ക്രമീകരണം ഏർപ്പെടുത്തി. ആശുപത്രികൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് KSRTC അത്യാവശ്യ സർവീസുകൾ നടത്തും. വൈദ്യുതി വിതരണം തടസ്സപ്പെടാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിച്ചതായി വൈദ്യുതി ബോർഡും അറിയിച്ചു. ദേശീയ ആരോഗ്യ ദൌത്യത്തിലേക്ക് നഴ്സുമാരെ തെരഞ്ഞെടുക്കുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് സംസ്ഥാന വനിതാ കോർപ്പറേഷൻ ഓൺലൈൻ പരിശീലനം സംഘടിപ്പിക്കുന്നു. വിശദ വിവരങ്ങൾ കോർപ്പറേഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദേശീയപാതാ വികസനം അതിവേഗം പൂർത്തിയാക്കുന്നതിന് സർക്കാർ കഠിന ശ്രമമാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദേശീയപാതയുടെ വികസനമെന്ന നാടിന്റെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നം കുറഞ്ഞ കാലയളവിൽ പൂർത്തിയാക്കാനാവുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലം നിയോജക മണ്ഡലത്തിലെ പന്തീരങ്കാവ് മണക്കടവ് റോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. റോഡിന്റെ പ്രവൃത്തിക്ക് 2 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച് സാമൂഹിക ആഘാത പഠനവും സ്ഥലമേറ്റെടുപ്പും തമ്മിൽ ബന്ധമില്ലെന്ന് സർക്കാർ പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമത്തെ നോക്കുകുത്തിയാക്കിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളിലും ഇടത് സഹയാത്രികർക്കിടയിലും സിൽവർ ലൈനിനെതിരെ ശക്തമായ എതിർപ്പുണ്ടെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ജലസംരക്ഷണത്തിനും ജലസ്രോതസ്സുകളുടെ സുരക്ഷയ്ക്കും സാമൂഹികമായ പ്രയത്നമുണ്ടാകണമെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ തടയണകളുടെ നിർമ്മാണം അനിവാര്യമാണെന്ന് ജലവിഭവ മന്ത്രി. എല്ലാ ജില്ലകളിലും അത്യാഹിത സേവനത്തിനുള്ള 108 ആംബുലൻസുകളിൽ വനിതാ പൈലറ്റുമാരെ നിയമിക്കാനുള്ള നടപടി പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. കേരളത്തിൽ ഇന്ന് 400 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 593 പേർക്ക് രോഗമുക്തി. ദക്ഷിണാഫ്രിക്കയോട് 3 വിക്കറ്റിന് പരാജയപ്പെട്ട ഇന്ത്യ വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ നിന്ന് പുറത്തായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.